അവരന്ന് താമസിക്കാനായി തിരഞ്ഞെടുത്തത് തൊട്ടടുത്ത് ശവപ്പറമ്പുള്ള ഒരു വീടായിരുന്നു. എല്ലാവരും അവരോട് പറയുകയുണ്ടായി, ഇവിടെ താമസിക്കാൻ അത്ര നന്നല്ല, നിങ്ങൾക്ക് മറ്റൊരു വീട് ഉറപ്പായും ലഭിക്കും, അതുകൊണ്ട് ഇവിടെ നിന്നും മാറിപ്പോവുക എന്നൊക്കെ അവൻ്റെ അച്ഛനോട് പറയുകയുണ്ടായി. എന്നാൽ അച്ഛൻ അവരോട് പറഞ്ഞ മറുപടി, മരിച്ചവരൊക്കെ അവിടെ സമാധാനമായി കിടന്നുള്ളൂ, നമ്മളായി അവരെ ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും പിന്മാറി. എന്നാൽ അവൻ്റെ അമ്മയാവട്ടെ അച്ഛൻ പറയുന്ന എല്ലാത്തിനും അതേ എന്ന് പറയുന്ന ഒരു പ്രകൃതവുമായിരുന്നു. എന്നാൽ രാഹുലിന് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും വിശ്വാസമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ആത്മാക്കളിലോ പ്രേതങ്ങളിലോ ഒന്നും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് താമസം മാറി. വളരെ ശാന്തമായ ഒരു പ്രദേശമായിരുന്നു അത്. എപ്പോഴും കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ അവിടെ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി. രാഹുൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അടുത്ത് എന്ത് കോഴ്സ് പഠിക്കാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവർ ആ വീട്ടിലേക്ക് താമസം മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവൻ ഒരുപാട് പുസ്തകങ്ങളെല്ലാം വായിക്കുമായിരുന്നു. കാരണം പുതിയ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ അവന് അങ്ങനെ സുഹൃത്തുക്കളാരും അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും വളരെ നേരത്തെ കിടക്കുമായിരുന്നു. എന്നാൽ ഒറ്റ മകനായി ജനിച്ച രാഹുലിന് അവന്റെ കൂട്ട് എന്നത് ചില പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ എല്ലാ രാത്രികളിലും അവൻ ഒരുപാട് പുസ്തകം വായിച്ചു തീർക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രിയായിരുന്നു അവർക്ക് മുന്നിൽ ആ ഒരു കാഴ്ച കണ്ടത്. അന്നത്തെ രാത്രി പെട്ടെന്നാണ് വീടിന് പുറകുവശത്തുള്ള സെമിത്തേരിയിൽ നിന്നും ഒരമ്മ ഒരു കുഞ്ഞിന് താരാട്ട് പാടുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടത്. ജനവാതിൽ തുറന്ന് നോക്കിയെങ്കിലും അവന് അവിടെ ആരെയും പ്രത്യേകിച്ച് കാണാൻ സാധിച്ചില്ല. അവന് തോന്നിയതാവാം എന്നൊക്കെ കരുതി അവൻ വീണ്ടും ജനവാതിലുകൾ അടച്ച് അവൻ റൂമിൽ വന്ന് കിടന്നു. അടുത്ത ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങി വീടിന് ചുറ്റും നടക്കുമ്പോഴായിരുന്നു ആ പൂട്ടിയിട്ട സെമിത്തേരിയിൽ അവനൊരു കാഴ്ച കണ്ടത്. ഒരേ ദിവസം, ഒരേ മാസം, ഒരേ വർഷം മരണപ്പെട്ട 2 കല്ലറകൾ. അതും ഒരു കല്ലറ വലുതുമായിരുന്നു, അടുത്തുള്ള ഒരു കല്ലറ വളരെ ചെറുതുമായിരുന്നു. അതിൽ ഒരു കല്ലറയിൽ എമിലി എന്നും മറു കല്ലറയിൽ സാറ എന്നും എഴുതിയിരുന്നു. ആ കല്ലറകൾ നോക്കി അവൻ അല്പസമയം നിശ്ചലനായി നിന്നു. എന്നിട്ട് അവൻ മനസ്സിൽ എന്തൊക്കെയോ ഓർത്തു. ഒരേ ദിവസം, ഒരേ മാസം, ഒരേ വർഷം ഇവരെങ്ങനെ മരണപ്പെട്ടു? മിക്കവാറും ഇതൊരു അമ്മയും കുഞ്ഞുമാവാനാണ് സാധ്യത. അങ്ങനെയൊക്കെ അവൻ മനസ്സിൽ ഒരുപാട് കഥകൾ മെനഞ്ഞുകൂട്ടി. തിരിച്ച് റൂമിലെത്തിയെങ്കിലും ജനവാതിൽ തുറന്ന് അവൻ വീണ്ടും ആ കല്ലറകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. തൊട്ടടുത്തുള്ള ഒരു പള്ളിയുടേതായിരുന്നു ആ സെമിത്തേരി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ആ സെമിത്തേരിയിൽ അടക്കം നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെമിത്തേരി വലിയ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അതിനകത്തേക്ക് ആരും കടക്കാത്ത രീതിയിൽ ബന്ധിച്ചിരുന്നു. എന്നാൽ ആ പള്ളിയിലേക്കുള്ള ഒരു വഴി കൂടെ ആ സെമിത്തേരിയിലൂടെ ഉണ്ട് എന്നുകൂടി രാഹുൽ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു പകലും കടന്നുപോയി. അടുത്ത ദിവസം രാത്രി അവൻ പുസ്തകം വായിക്കുന്നതിനിടയിലാണ് ഒരമ്മ ഒരു കുഞ്ഞിന് വീണ്ടും താരാട്ട് പാടുന്ന രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടത്. സത്യത്തിൽ ഈ കല്ലറ കണ്ട മുതൽ രാഹുലിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ടപ്പോൾ രാഹുൽ പെട്ടെന്ന് തന്നെ ചെന്ന് ജനവാതിൽ തുറന്നിട്ടു. ആ സമയത്തായിരുന്നു അവൻ ആ ഒരു വിചിത്രമായ കാഴ്ച കണ്ടത്. ഒരമ്മ വെള്ള വസ്ത്രം ധരിച്ച് പുറകുവശത്തേക്ക് തിരിഞ്ഞ് ഒരു കുഞ്ഞിന് മുലയൂട്ടുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. അതോടൊപ്പം ആ സ്ത്രീ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നുമുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച അവന് വിചിത്രമായി തന്നെ തോന്നി. പെട്ടെന്നാണ് ആ കല്ലറകളിലേക്ക് നോക്കുന്നത്. അതെ, എമിലി എന്ന് എഴുതിയ കല്ലറയിലായിരുന്നു ആ സ്ത്രീ ഒരു കുഞ്ഞുമായി ഇരിക്കുന്നത്. പെട്ടെന്ന് അവന് എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് പുറത്തേക്കിറങ്ങി വേലിക്കരികിൽ നിന്ന് ഒന്നുകൂടെ നോക്കി. എന്നാൽ ആ രൂപം അവന് മുന്നിൽ മറഞ്ഞു പോവാനോ ആ താരാട്ടുപാട്ട് നിർത്തുകയോ ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ കുഞ്ഞിനു വേണ്ടി ആ സ്ത്രീ പാടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ലൈറ്റ് അവർക്ക് നേരെ തെളിച്ചപ്പോഴായിരുന്നു ആ രൂപം അവിടെ നിന്നും മാഞ്ഞു പോയത്. പിന്നീട് കുറേ സമയം അവിടെ നിന്ന് ചുറ്റും കണ്ണ് പരതിയെങ്കിലും ഒരു രൂപത്തെയോ മറ്റൊരു ശബ്ദത്തെയോ അവന് അവിടെ കാണാൻ സാധിച്ചില്ല. തിരികെ റൂമിലേക്ക് വന്ന് അവൻ കിടന്നു. എന്നാൽ അന്നത്തെ രാത്രി അവൻ കിടന്നിട്ട് അവന് ഉറക്കമൊന്നും വന്നില്ല. കാരണം അവൻ്റെ മനസ്സിൽ ഈ കണ്ട കാഴ്ചയായിരുന്നു.
അവർക്ക് എന്ത് പറ്റിയതാവാം എന്നൊക്കെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ അവൻ ഉണ്ടാക്കിയെടുത്തു. അടുത്ത ദിവസവും രാത്രി അവന് അതേ ഒരു അനുഭവമുണ്ടായി. വീണ്ടും പുസ്തകം വായിക്കുന്നതിനിടയിലാണ് സെമിത്തേരിയിൽ നിന്നും, എന്നാൽ ഇത്തവണ കുറച്ച് അടുത്തു നിന്നുമായിരുന്നു ആ ഒരു താരാട്ടുപാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ രാഹുൽ ജനവാതിലുകൾ തുറക്കാതെ മുൻവശത്തെ വാതിൽ തുറന്ന് അങ്ങോട്ട് നടന്നു. ആ നടക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അതേ കാഴ്ച രാഹുൽ കണ്ടത്. ഒരമ്മ ആ ശവക്കല്ലറയിൽ ഇരുന്ന് ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്നു. എന്നാൽ ഇത്തവണ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല, വെറും താരാട്ടുപാട്ട് മാത്രം. അതുമാത്രമല്ല, ആ അമ്മ അവളുടെ കണ്ണുകൾ ചുറ്റും തിരയുന്നുണ്ടായിരുന്നു, ആരെയോ തിരയുന്നത് പോലെ. ശരിക്കും ആ കുഞ്ഞിനെ ആവാം തിരയുന്നതെന്ന് രാഹുൽ മനസ്സിലാക്കി. ഉടനെ തന്നെ ആ കാഴ്ച അവന്റെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയിരുന്നു. അടുത്ത ദിവസം അവനെ റൂമിൽ കാണാതിരുന്ന അമ്മ അവനെ തിരഞ്ഞെത്തിയപ്പോൾ അവൻ കിടന്നിരുന്നത് ആ വേലിക്കടുത്തായിരുന്നു. ബോധം നഷ്ടമായതോ അതോ അവിടെ തന്നെ അവൻ ഉറങ്ങിപ്പോയതാണോ എന്നൊന്നും ആർക്കും അറിയില്ല. അവനും അതത്ര വ്യക്തമായിരുന്നില്ല. അങ്ങനെ അന്നത്തെ പകൽ അവൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് അവന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയത്. ആ സമയത്ത് വളരെ ബോറടിച്ചിരുന്ന രാഹുൽ പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് അവൻ ആദ്യം ചെന്നത് ആ പള്ളിയിലേക്കായിരുന്നു. ആ പള്ളിയിലെ ഒരു ഫിലിപ്പ് എന്ന ഒരു വികാരി അച്ഛനുണ്ടായിരുന്നു. ആ വികാരി അച്ഛനോട് ഈ ഒരു കല്ലറയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയായിരുന്നു അവൻ ആ പള്ളിമേടയിൽ എത്തിയത്. ആ പള്ളിമേടയിൽ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ജോലിയെല്ലാം ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തോട് ഇവിടെയുള്ള അച്ഛനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നൊക്കെ അവൻ ചോദിച്ചു. ആ സമയത്ത് അച്ഛന് ഇപ്പോൾ നല്ല സുഖമില്ല, പഴയ പോലെ കുർബാനകളിലോ പ്രാർത്ഥനകളിലോ ഒന്നും പങ്കെടുക്കാറില്ല. അച്ഛൻ മുഴുവൻ സമയവും വിശ്രമത്തിലാണ്. നിങ്ങളിപ്പോൾ ചെന്നാൽ അച്ഛന് അതൊരു ശല്യമാവാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ രാഹുൽ തൻ്റെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായി ഈ സഹപ്രവർത്തകനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഹുലിനെ പള്ളിമേടയിലെ ആ അച്ഛൻ്റെ മുറിയിലേക്ക് എത്തിച്ചു. ആ സമയത്താണ് ആ അച്ഛൻ വളരെ ക്ഷീണിതനായി, വളരെ പ്രായമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിക്കും കണ്ണുകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എണീക്കാനെല്ലാം വളരെ പ്രയാസമായിരുന്നു. എന്നാലും രാഹുലിനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം എണീറ്റ് നിങ്ങൾ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് രാഹുൽ ആ കല്ലറകളെ കുറിച്ച് ചോദിക്കുന്നത്. അച്ചോ, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ആ സെമിത്തേരിക്കടുത്തുള്ള വീട്ടിലാണ്. ഞങ്ങൾ ഇവിടെ താമസമായിട്ട് 1 മാസം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഞങ്ങളുടെ വീടിന് പുറകിലുള്ള ഒരു കല്ലറയെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ അച്ഛനടുത്തെത്തിയത്. എമിലി, സാറ എന്ന 2 കല്ലറകൾ ഞാൻ അവിടെ കണ്ടു. ആ കല്ലറകളിൽ അവരുടെ മരണവർഷം, മരണദിവസം, മരണമാസം ഇതൊക്കെ സെയിം ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യത്തോടെ അച്ഛൻ രാഹുലിനോട് ചോദിച്ചു, നിങ്ങൾ അവിടെ ഈ 2 കല്ലറകൾ മാത്രമാണോ കണ്ടത്? വേറെയും കല്ലറകൾ അവിടെ ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നത്? എനിക്ക് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് രാഹുൽ അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനൊന്നും അവിടെ നിന്നില്ല. അവൻ അവിടെ നിന്നും തിരിച്ച് ഇറങ്ങിപ്പോന്നു. എന്നാൽ പള്ളിമേട കടക്കും മുന്നേ അവന് പുറകിൽ നിന്നൊരു വിളി വന്നു. ആ ഫാദർ ഫിലിപ്പ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആ കല്ലറയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നാൽ ആ കല്ലറയ്ക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. സ്റ്റീഫൻ എന്നായിരുന്നു എമിലിയുടെ അച്ഛൻ്റെ പേര്. അവർ വളരെ പണ്ട് സ്പെയിനിൽ നിന്നും ഇവിടെ വന്ന് താമസമാക്കിയവരാണ്. ഇവിടെ ചില സുഗന്ധവ്യഞ്ജന കച്ചവടങ്ങളൊക്കെയായി അന്ന് പഴയ കാലത്ത് വന്നു കൂടിയവരാണ്. സ്റ്റീഫന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകളായിരുന്നു എമിലി. ഈ സ്റ്റീഫനെ സഹായിക്കാനായി ഒരു ഫ്രെഡി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനായിരുന്നു സ്റ്റീഫന്റെ എല്ലാ കണക്ക് കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. ഒരിക്കൽ പെട്ടെന്നാണ് സ്റ്റീഫൻ മരണത്തിന് കീഴടങ്ങിയത്. അതിനുശേഷം എമിലി മാത്രമായിരുന്നു ആ ഒരു ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. ഈ ഫ്രെഡിക്ക് ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എമിലിയെ കല്യാണം കഴിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. ഫ്രെഡിക്ക് എമിലിയുടെ കണക്കില്ലാത്ത സ്വത്തുക്കളിൽ ഒരു കണ്ണുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എമിലിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് സ്വത്തുവകകളെല്ലാം തൻ്റെ പേരിലേക്ക് മാറ്റാം എന്നൊക്കെയായിരുന്നു ഫ്രെഡിയുടെ മനസ്സിലെ കണക്ക് കൂട്ടലുകൾ. എന്നാൽ എമിലിക്ക് ഈ കല്യാണത്തിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ എമിലിയുടെ അച്ഛൻ സ്റ്റീഫന് അവർ തമ്മിലുള്ള കല്യാണം കാണണമെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റീഫന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു ഞാൻ.
അന്ന് ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഫ്രെഡിക്ക് എമിലിയെ വിവാഹം ചെയ്തു കൊടുത്തു, അതും ഈ പള്ളിയിൽ വെച്ച് തന്നെ. എന്നാൽ ഫ്രെഡിയുടെ സ്വഭാവം വളരെ മോശമായി തുടങ്ങി. കല്യാണം കഴിച്ച നാള് മുതൽ എമിലിക്ക് ക്രൂരപീഡനങ്ങളും അവഹേളനകളും മാത്രമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. എന്നാൽ വളരെ വൈകാതെ തന്നെ എമിലി ഗർഭിണിയാവുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പെട്ടെന്നാണ് ഒരു ദിവസം പള്ളിയിലെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഫ്രെഡി എമിലിയെ കള്ളം പറഞ്ഞ് ആ സെമിത്തേരിയിലൂടെ പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് അയാൾ എമിലിയെ നിഷ്ക്രൂരം കൊല ചെയ്തു. നിറഗർഭിണിയായ ഫ്രെഡി എമിലിയെ നിഷ്ക്രൂരം കൊല ചെയ്തു. ഒരു ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് തന്റെ തലയ്ക്കടിച്ച് എമിലിയെ ആ സെമിത്തേരിയിൽ തന്നെ അടക്കം ചെയ്യാം എന്നായിരുന്നു ഫ്രെഡിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി അന്നവിടെ ഒരു കാര്യം സംഭവിച്ചു. എമിലി ആ സെമിത്തേരിയിൽ വെച്ച് തന്റെ കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ എമിലിയുടെ ശ്വാസം തീരും മുന്നേ എമിലി ആ കുഞ്ഞിനെ സാറ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ ഫ്രെഡി ആ കുഞ്ഞിനെയും ആ എമിലിയെയും അവിടെ ജീവനോടെ അടക്കം ചെയ്തു. 2 കല്ലറകളിലായി. അതിൽ ഒന്നിൽ എമിലി എന്നും മറ്റതിൽ സാറ എന്നും അദ്ദേഹം പേരെഴുതി വെച്ചിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കേട്ട കഥ. പിന്നെ ഫ്രെഡിയെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ബംഗ്ലാവിലേക്കോ പിന്നീട് ആ നാട്ടിലേക്കോ ഫ്രെഡി വന്നതായി ഞാൻ ഓർക്കുന്നുമില്ല എന്നൊക്കെ അദ്ദേഹം രാഹുലിനോട് പറഞ്ഞു. രാഹുൽ മനസ്സിൽ വളരെ വിഷമത്തോടെ ആ പള്ളിമേടയിൽ നിന്നിറങ്ങി. എന്നിട്ട് ആ അടച്ചുപൂട്ടിയ സെമിത്തേരിയുടെ ഗേറ്റിന് മുന്നിൽ വന്നിരുന്നു. തൊട്ടടുത്ത് കിടന്ന ഒരു കല്ലുപയോഗിച്ച് ആ ചങ്ങല തകർത്ത് രാഹുൽ സെമിത്തേരിയിലേക്ക് കടന്നു. സെമിത്തേരിയിലേക്ക് കടന്ന സമയത്ത് അവൻ നേരെ ചെന്നത് എമിലി സാറ കല്ലറകളിലേക്കായിരുന്നു. അവിടെ അവൻ കുറെ സമയം നിശബ്ദനായിരുന്നു. പിന്നീട് അവൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. പെട്ടെന്നാണ് അന്നത്തെ രാത്രി ഒരു സ്ത്രീ കരയുന്ന പോലുള്ള ഒരു ശബ്ദം കേട്ടത്. ജനവാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച ഒരു സ്ത്രീ തൻ്റെ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് കരയുന്ന പോലെയാണ്. ഉടനെ തന്നെ രാഹുൽ പുറത്തിറങ്ങി ആ ഗേറ്റിനുള്ളിലൂടെ സെമിത്തേരിക്കടുത്ത് ആ കല്ലറയ്ക്കരികിലേക്ക് നടന്നു. കല്ലറയ്ക്കരികിലേക്ക് നടന്നപ്പോഴൊന്നും ആ രൂപം അവന് മുന്നിൽ മാഞ്ഞു പോയില്ല. പെട്ടെന്ന് അവൻ പുറമേ നിന്നും അവളെ വിളിച്ചു. എമിലി, നിനക്ക് എന്താണ് പറ്റിയത്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കഥകളെല്ലാം അച്ഛനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കഥ കേട്ട് എനിക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാം എന്നൊക്കെ ഒരു ആത്മാവിനോടാണ് സംസാരിക്കുന്നു എന്ന് പോലും ഒരു കൂസലില്ലാതെ രാഹുൽ എമിലിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് എമിലി അവന് നേരെ മുഖം തിരിച്ചത്. ആ മുഖം വളരെ വിളറി വെളുത്ത് കണ്ണെല്ലാം വളരെ കുഴിഞ്ഞ് ഒരു രക്ത കളറിലായിരുന്നു കണ്ടിരുന്നത്. അവൻ ആ കാഴ്ച താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും അവൻ അവിടെ നിന്ന് ഓടാനോ ആർത്ത് നിലവിളിക്കാനോ ഒന്നും നിന്നില്ല. അവൻ എമിലി പറയുന്നത് സൂക്ഷിച്ചു കേട്ടു. എമിലിയുടെ ഭാഷ ഒരു മലയാളം ഇംഗ്ലീഷ് കലർന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒരു കാര്യം മനസ്സിലായി. ഉറപ്പായും ഇവർ ഒരു അന്യ ദേശത്തു നിന്നും വന്നവരായിരുന്നിരിക്കും. അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ഫ്രെഡി കൊന്നതല്ല, എന്നെ കൊന്നത് ഫാദർ ഫിലിപ്പാണ്. ഫിലിപ്പ് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥാനത്തായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം എന്നെ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന് എൻ്റെ സ്വത്തുക്കളിലായിരുന്നു കണ്ണ്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം അയാൾ തന്ത്രപൂർവ്വം ആ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാക്കി. പിന്നീട് ഞാനായിരുന്നു അയാളുടെ മുന്നിലുള്ള ഏക ശത്രു. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് കരുതി എന്നെ അദ്ദേഹം കൊല ചെയ്യുകയായിരുന്നു. ഫ്രെഡി തികച്ചും നിരപരാധിയാണ്. ഫ്രെഡിക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് തിരിച്ചു. എൻ്റെ കുഞ്ഞിനെ പോലും ആ ഫാദർ വെറുതെ വിട്ടില്ല എന്നൊക്കെ രാഹുലിനോട് പറയുകയുണ്ടായി. അപ്പോൾ രാഹുൽ ഉടനെ ചോദിച്ചു, അപ്പോൾ സാറ എവിടെയാണ്? ഈ കല്ലറയ്ക്കുള്ളിൽ സാറയല്ല, ഈ കല്ലറയ്ക്കുള്ളിൽ എൻ്റെ ഫ്രെഡിയാണ്. എന്നാൽ എൻ്റെ സാറ ഇപ്പോഴും സുരക്ഷിതയാണ്. ഈ പള്ളിയിലെ വലിയ കോൺവെന്റിലെ ഒരു ഇരുട്ടുമുറിയിൽ കുറെ കാലങ്ങളായി ബന്ധസ്ഥയാണ്. നിങ്ങൾ എൻ്റെ മോളെ അവിടെ നിന്ന് മോചിപ്പിക്കണം. ഫാദർ ഫിലിപ്പ് വളരെ ദുഷ്ടനാണ് എന്നൊക്കെ എമിലി രാഹുലിനോട് പറയുകയുണ്ടായി. എന്നിട്ട് അവന് മുന്നിൽ നിന്നും അവൾ മറഞ്ഞു പോവുകയുണ്ടായി. അടുത്ത ദിവസം രാഹുൽ വീണ്ടും ആ പള്ളിമേടയിലേക്ക് എത്തി അച്ഛനോട് ഈ സാറയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ സാറ മരണപ്പെട്ടതാണ് അന്ന് തന്നെ. നിങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് ഈ കാര്യം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ രാഹുൽ പറഞ്ഞു, സാറ നിങ്ങളുടെ കോൺവെന്റിലെ ഇരുട്ടുമുറിയിൽ ഉണ്ടെന്ന് എനിക്കറിയാം.
അവളെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ഈ കഥയെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും, നിങ്ങളെ ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ ഫാദറിനെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹം സാറയെ അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് രാഹുലിനെയും കൊണ്ടുപോയി. ഇന്ന് സാറയ്ക്ക് 25-ൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു. ആ ഇരുട്ടുമുറിയിൽ അതായിരുന്നു അവളുടെ ലോകം. ആ ലോകത്ത് അവൾ ഒരുപാട് അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വെളിച്ചം എന്താണെന്ന് പോലും അവൾക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ എല്ലാവരും കുമ്പസരിക്കുന്ന പോലെ തന്നെ ആ അച്ഛൻ ആ സാറയ്ക്ക് മുന്നിൽ നിലവിളിച്ച് കരഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റുപറയുകയുണ്ടായി. ഇത് കേട്ട് സാറയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്ങും തോന്നിയില്ല. കാരണം അവൾക്ക് കരയാനോ ചിരിക്കാനോ അറിയുമായിരുന്നില്ല. കാരണം അവൾ ജനിച്ചത് മുതലേ അവളുടെ ലോകമെന്നത് ആ ഒരു ഇരുട്ടുമുറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം അവളുടെ മനസ്സ് മരവിച്ചു പോയിരുന്നത്. അവിടെ നിന്നും സാറയെ കൂട്ടി രാഹുൽ എമിലിയുടെ കല്ലറകളിലേക്ക് എത്തി. അവിടെ അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ ഒരു സ്ത്രീയുടെ രൂപം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മകളെ ആ ആത്മാവ് വാരിപ്പുണർന്ന് അവിടെ നിന്നും ശാപമോക്ഷതയായി ആ ഒരു ആത്മാവ് ആകാശത്തേക്ക് മടങ്ങി. പിന്നീട് രാഹുൽ സാറയെ ഒരു വുമൺസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കുകയും തൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സാറയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നോക്കിയിരുന്നത് രാഹുലിൻ്റെ ഈ ഒരു കുടുംബവുമായിരുന്നു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്.